ചേച്ചി ഇതൊക്കെ? മിസ് അഖില മേനോന് പിറന്നാൾ സമ്മാനം. അതിന് ഇന്നെന്റെ പിറന്നാളാണെന്ന് എങ്ങനെ അറിഞ്ഞു? ഞാൻ അറിഞ്ഞില്ല, പക്ഷെ മനുസാർ അറിഞ്ഞു. ദാറ്റ് ഈസ് മനുസാർ. മനുസാറിന്റെ വകയാണ് ഇതെല്ലാം. സാറിന് ഒരാളെ ഇഷ്ടപ്പെട്ട അവരെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞു വെക്കും. അതൊരു നമ്പറാ. നമ്പറോ? അതുപോലെ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ മറ്റാർക്കില്ലാത്തൊരു ക്വാളിറ്റി. തീർന്നിട്ടില്ല, അതെ ഇതും കൂടി ഉണ്ട്. മാനത്ത് തെളിയുന്ന മാരിവില്ല് പോലെ മനോഹരിയായ ഈ മുത്തിന് മനുവിന്റെ പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. ഇത് മനുസാർ എഴുതിയതാണോ? ഏയ്, ഞാൻ എഴുതിയത്. ജസ്റ്റ് ജോക്കിംഗ്. മനുസാറിന്റെ ബിസിനസ് ഹൃദയത്തിന്റെ ഒരു കോണിൽ കവിഭാവനയുള്ള ഒരു കലാകാരനുണ്ട്. ഐ കാന്റ് ബിലീവ്. ഓ, യു ഹാവ് ടു. മെനി മെനി ഹാപ്പി. ഹലോ, ഹാപ്പി ബർത്ത്ഡേ അഖില. താങ്ക് യു മനു. ഇറ്റ് വാസ് ക്വൈറ്റ് അൺഎക്സ്പെക്ടഡ് അല്ലേ? മനസ്സിൽ എന്താണ് ഇങ്ങനെ തോന്നിയെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ഈ ജന്മാന്തരങ്ങളുടെ ബന്ധം എന്നൊക്കെ പറയാറില്ലേ? സാറിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിമിഷം കൊണ്ടല്ലേ ആ പെണ്ണിനെ കയ്യിലെടുത്തത്. വശീകരണത്തിൽ സാറ് മാസ്റ്റർ ബിരുദം എടുത്തിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. വർമാജി, ഇതിന് വലിയ ബിരുദമൊന്നും വേണ്ട. ചില ചില്ലറ പൊടിക്കൈകൾ മതി. ആദ്യം നമ്മളൊരു ജെന്റിൽമാനാണെന്ന തോന്നലുണ്ടാക്കണം. പിന്നെ അവരുടെ സൗന്ദര്യത്തെ ഒന്ന് പുകഴ്ത്തി പറയണം. മൂന്നാമതായിട്ട് കുറച്ച് ചില്ലറ എറിയണം. സംഗതി ക്ലീൻ. പക്ഷെ ഇതൊരു റെയർ കേസാ. ലൈഫിൽ ഒരുപാട് അംബിഷൻസ് ഉള്ള പെൺകുട്ടിയാണ് അഖില. വർമാജി നോക്കിക്കോ, ഞാൻ അഖിലെ ഐമാറ്റ് അഡ്വർടൈസിംഗ് കമ്പനിയുടെ അസറ്റാക്കി മാറ്റും. ഓ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. അവൾ ലേക്ക് സൈഡിൽ കാത്തിരിക്കും. ചെറിയൊരു കറക്കം. ഓൾ ദി ബെസ്റ്റ് സാർ. യു ആർ എ ലക്കി മാൻ. താങ്ക് യു. നോ മെൻഷൻ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. അപ്പൊ വർമാജി എല്ലാം പറഞ്ഞതുപോലെ. തന്നോടല്ലോ മരുമോനെ എങ്ങോട്ടെത്ര തിടുക്കത്തില്ല. അത് പിന്നെ രഞ്ജു കാത്തിരിക്കും. ഇന്ന് നേരത്തെ ചെല്ലാമെന്ന് പറഞ്ഞു. ഭാര്യയോട് എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം. എന്നാലേ രഞ്ജു കാത്തിരിക്കില്ല. അവള് കരാട്ട പഠിക്കാൻ പോയി. കരാട്ട പഠിക്കാനോ? എന്തിന്? പഴയൻ അറിഞ്ഞില്ലേ? പത്രത്തിലുണ്ടായിരുന്നു. ദുഃഖിതരും പീഡിതരുമായ അബലകൾക്ക് കരുത്തു പകരാനായിട്ട് വിമൻസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന പരിശീലന ക്ലാസ്. രഞ്ജുവിനെ കൊണ്ടാക്കിയിട്ടാ ഞങ്ങൾ വരുന്നത്. അവൾക്ക് എന്ത് ദുഃഖം, അവൾക്ക് എന്ത് പീഡനം? ദുഃഖിക്കുന്നത് ഞാനല്ലേ, അവള് നിനക്ക് കിട്ടിച്ചു തന്നതിൽ. ഏതായാലും മരുമോനിരിക്കെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോഴോ? നാളെ പോരെ? വേറെ ചില അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. ആ അപ്പോയിന്റ്മെന്റ് മാറ്റിവെക്കളിയാ. വല്ലിച്ചം വല്ലപ്പോഴും തരുന്ന അപ്പോയിന്റ്മെന്റ് അല്ലേ? ബാലു, നീ പരിധി വിടുന്നു. അളിയൻ പരിധിക്ക് പുറത്തു പോകാതെ ഇവിടെ എന്താണ് അമ്മാവ ഭാവി കാര്യം? അമ്മാവ, ഭാവി കാര്യം പറഞ്ഞു കൊടുക്ക്. ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം വല്യച്ഛന് പറയേണ്ടി വരും. അളിയൻ ഇരിക്ക്. അത്യാവശ്യമായിട്ട് ചില കാര്യം. പ്ലാൻ ഒന്നും എനിക്കറിയില്ല. അതൊക്കെ മനു വന്നാലേ അറിയൂ. എന്നാലും ഞാനൊന്ന് ഗസ് ചെയ്തു. കാറിലൊരു നഗരപ്രദക്ഷിണം, ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലിൽ ഒരു ലഞ്ച്, പിന്നെ നമ്മുടെ ഫേവറേറ്റ് ചോക്കോബാർ. ദാറ്റ്സ് ഓൾ. പോടി കുശുമ്പി. ഓക്കെ, ബൈ. ഹലോ, ഇവിടെ കിച്ചു, ഇയാളെന്താ ഇവിടെ? ഡ്യൂട്ടി മാഡം, ഡ്യൂട്ടി. ഡ്യൂട്ടിയോ? ഇവിടെയോ? മനു എവിടെ? മനുവാ? മനു സാറെന്ന് വിളിക്ക്. ആ, ഇപ്പൊ സാറല്ലല്ലോ, ഫ്രണ്ട് അല്ലേ. കിച്ചു വേണ്ട, മനു എവിടെന്ന് പറ. മനു സാറ് അവിടെ ഡ്യൂട്ടിയില്ല. ഇവിടെ ഈ ബ്യൂട്ടിയുടെ ഡ്യൂട്ടിക്കായി എന്നെ പറഞ്ഞു. ഡ്യൂട്ടി? മനു സാറ് വരാൻ ഇത്തിരി വൈകും. അതുവരെ തനിക്കൊരു കമ്പനി കൊടുക്കാൻ എന്നെ പറഞ്ഞേപ്പിച്ചിരിക്കുക. എന്റെ മൂഡ് കളഞ്ഞു. യോ, എവിടെ കളഞ്ഞു? ഞാൻ എടുത്തു തരാലോ. നോൺസെൻസ്. ഏയ് അഖില, അവിടെ നിക്ക്, ഞാനൊന്ന് പറയട്ടെ. ഏയ്, എന്താ? ഒരു കുഞ്ഞു പർച്ചേസ്. ഞാൻ ഇപ്പൊ വരാം. ജസ്റ്റ് 5 minutes. അതൊക്കെ പിന്നെ പോരെ. ഞാൻ ഇപ്പൊ വരാന്നേ. ഇതൊരു നടക്ക് പോവില്ല. വർമാജി, ഞാൻ ഇത്തിരി ലേറ്റ് ആവും. വെൽക്കം ഗ്രൂപ്പിന്റെ മീറ്റിംഗ് വർമാജി അറ്റൻഡ് ചെയ്താൽ മതി. അവള് കൊണ്ട് കൂടെ ലേക്ക് സൈഡ് റിസോർട്ടിൽ ഒരു സ്യൂട്ട് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഒന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല. അയ്യോ, ഇവിടെ പറഞ്ഞ വർമാജി, ഞാൻ പിന്നെ വിളിക്കാം. മനുവേട്ടാ, ഇവിടെ
ഞാനൊരു ഷോപ്പിങ്ങിന് വന്നു. എന്ത് ഷോപ്പിംഗ്? എനിക്കല്ല, കിച്ചുവിന്. എന്നിട്ട് കിച്ചു എവിടെ? കിച്ചു അകത്തോട്ട് പോയി. ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് പോകുമായിരുന്നു. എന്നാ ഞങ്ങൾ നടത്തി കുറച്ച് ഷോപ്പിംഗ്. ദേ മനോട്ടൻ ഒരു അടിപൊളി ഷർട്ട് വാങ്ങിയിട്ടുണ്ട്, കാണിക്കാം. അതൊക്കെ വിശദമായിട്ട് വീട്ടിൽ ചെന്നിട്ട് കാണാം. പൊയ്ക്കോ പൊയ്ക്കോ, ഭയങ്കര വെയില്. ഇന്നെങ്കിലും ഒന്ന് നേരത്തെ വരില്ല മനുവേട്ടാ? ഇന്നോ? ഇന്ന് നേരത്തെ വരും, നേരത്തെ വരും. മനു, മനു ഇങ്ങ് വന്നേ. ഇത് കണ്ടോ? നോക്കിയേ ഞാൻ എന്താ വാങ്ങിയെന്ന്. ഇഷ്ടായോ? റിങ് റിങ് കൊള്ളാല്ലേ? പൊയ്ക്കോ പൊയ്ക്കോ. ഇതാരാ മനുവേട്ടാ? മനസ്സിലായില്ലേ? ഇതാകില്ല. എന്നുവെച്ചാരാ? നമ്മുടെ കിച്ചുവില്ലേ, കിച്ചു, കിച്ചുവിന്റെ വൈഫ്. കിച്ചു എപ്പോഴാ കല്യാണം കഴിച്ചത്? ഇതേ ചോദ്യം ഞാനും ചോദിച്ചു. കള്ളൻ ആരോടും പറഞ്ഞില്ല. ഇന്നാ ഞാനും അറിയുന്നത്. കിച്ചു അവിടെ ഷോപ്പിംഗ് കഴിഞ്ഞില്ലേ? ഒരാളെ ഇങ്ങോട്ട് പരിചയപ്പെടുത്തുമ്പോ തിരിച്ചും പരിചയപ്പെടുത്തണ്ടേ? ഈ മനുവേട്ടന്റെ ഒരു കാര്യം. ഇത് രഞ്ജു, ഇത് അഖില. അല്ല ഇത് മതി മതി, ഞാൻ പറഞ്ഞോളാം. അഖില, ഞാൻ രഞ്ജു, മനുവേട്ടന്റെ ഭാര്യ. ഇനിയിപ്പൊ പൊയ്ക്കൂടെ? പ്രോമിസ് ചെയ്ത പോലെ നേരത്തെ വരണേ. ഓക്കെ, ബൈ അഖില. അഖില, കള്ളനാ നിങ്ങൾ, പേരും കള്ളൻ, ചീറ്റ്. അഖില, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എനിക്ക് കാണണ്ട ഇനി നിങ്ങള്. സാർ പ്ലീസ്, എന്നെ നിർബന്ധിക്കരുത്. സാറിന് വേണ്ടി എന്തിനു ഞാൻ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷെ ഇതെനിക്ക് വയ്യ. എന്തിനാണ് അഖില എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞത്? കിച്ചു, എന്റെ അവസ്ഥ നീ എന്താ മനസ്സിലാക്കാത്തത്? പെട്ടെന്ന് അങ്ങനെ ഒരു കണ്ടുമുട്ടലുണ്ടായപ്പം പിന്നെ ഞാൻ എന്താ പറയേണ്ടിയിരുന്നത്? അവൾ എന്റെ കാമുകിയാണെന്നോ? എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവനായതുകൊണ്ടാ നിന്റെ പേര് ചേർത്ത് ഞാൻ പറഞ്ഞു പോയത്. പക്ഷെ സാർ, സത്യം എന്നായാലും പുറത്തു വരില്ലേ? രഞ്ജു ചേച്ചി എന്നെ പറ്റി എന്ത് വിചാരിക്കും? അഖിലേക്ക് എന്ത് തോന്നിക്കാണും എന്നെ കുറിച്ച്? അഖിലെ, ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. അതിനാ ഒരു തവണ കൂടി അവളെ എന്റെ മുന്നിലെത്തിക്കാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്. ഇല്ല സാർ, എനിക്കതിന് കഴിയില്ല. എന്നെ ഒഴിവാക്കി തരണം പ്ലീസ്. എനിക്ക് മനസ്സിലായി, നിനക്ക് ബുദ്ധിമുട്ടാണല്ലേ. സ്വന്തം അനുജന്റെ സ്ഥാനത്താ നിന്നെ ഞാൻ കണ്ടത്. ഏതാപത്തിനും കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചു. തെറ്റിപ്പോയി, എനിക്ക് തെറ്റിപ്പോയി. ചെന്ന് പറയാൻ ഞാൻ രഞ്ജുവിനോട് എല്ലാം നുണയായിരുന്നു. അഖില എന്റെ കാമുകയാണെന്ന്. അതോടെ എല്ലാം അവസാനിക്കും. ഈ സ്ഥാപനവും സ്ഥാനമാനങ്ങളും എല്ലാം തകർന്നടിയട്ടെ. ഞാനൊരു തെണ്ടിയെ പോലെ ഈ റോഡിലൂടെ അലയട്ടെ. എല്ലാം എന്നാ പിന്നെ എന്തിനാ നിന്റെ സ്വപ്ന സൗധം മാത്രം ബാക്കി? അതും പറയാം സാർ. കാട്ടരുത്. മാറ്റി എന്റെ ജീവിതം തുലച്ചിട്ട് ഇവിടെ അങ്ങനെ ആരുടെ സ്വപ്നങ്ങൾ പൂവണിയുണ്ട്. ഞാൻ പോകാം. അഖിലയുമായി സംസാരിക്കാം. അവളെ സാറിന് മുമ്പിൽ കൊണ്ടുവരാം. ഇതാ പണം. ഇനിയും വേണോ? തരാം. വേണ്ട സാർ, ഒന്നും വേണ്ട. സാറിനത് എന്തു പറ്റി? ഇത്രയും ദേഷ്യം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ദേഷ്യപ്പെട്ടെന്ന് ആര് പറഞ്ഞു? ചെറിയൊരു ഡ്രാമയല്ലേ. അഖിലയെ വീണ്ടും എന്റെ മുന്നിലെത്തിക്കാൻ കിച്ചുവിന് മാത്രമേ കഴിയൂ. അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ അവന്റെ സ്വപ്നത്തിൽ തന്നെ കയറി പിടിച്ച ഒരു പെർഫോമൻസ്. എന്താ ബുദ്ധി! സമ്മതിച്ചിരിക്കുന്നു. വർമാജി, ഈ ലോകത്ത് സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഒരു കള്ളം ഉറക്കെ പറഞ്ഞാൽ അപ്പ വിശ്വസിക്കും. പോയിന്റ് ഈസ് നോട്ടഡ് സാർ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ആരെയും കാണും വേണ്ട. ചതിയനാ, വഞ്ചകനാ. പുറത്തൊരു മുഖവും ഉള്ളിൽ മറ്റൊരു മുഖവുമാണ് അയാൾക്ക്. നീ എന്റെ നല്ല ഫ്രണ്ട് ആണെന്നാ ഞാൻ കരുതിയത്. എല്ലാം അറിയാവുന്ന നിനക്കെങ്കിലും എന്നോട് പറയാമായിരുന്നു. അഖില പ്ലീസ്, എന്റെ അവസ്ഥ തനിക്ക് മനസ്സിലാവില്ല. എന്റെ മനസ്സ് വായിക്കാനും തനിക്ക് കഴിയില്ല. മനസ്സാർ ഇനി പേര് കേൾക്കണ്ട എനിക്ക്. അഖില, ഞാൻ തന്റെ നല്ല ഫ്രണ്ട് തന്നെ ഇൻ എവറി സെൻസ്. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒരു തവണ കൂടി മനസ്സാറിനെ. പറഞ്ഞില്ലേ അഖില പ്ലീസ്. ഐ എം സോറി, ഞാൻ പോകാം. കിച്ചു, രക്തം വരുന്നു. സാരമില്ല, നിൽക്കൂ. സോറി കിച്ചു, എനിക്കെന്നെ നിയന്ത്രിക്കാനായില്ല. അഖിലയുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. തന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യൂ. നമ്മളിലൊക്കെ ഓരോ കുറവുകളുണ്ടക്കില്ല. അത് നമ്മളറിയാതെ മറ്റു പലരെയും വേദനിപ്പിച്ചെന്നിരിക്കും. എനിക്ക് വേണ്ടി ഒരു തവണ, ഒരൊറ്റ തവണ താൻ മനസ്സാറിനെ കാണണം പ്ലീസ്. പിന്നെ തന്റെ മനസ്സ് പറയുന്ന പോലെ താൻ തീരുമാനിച്ചു.
എന്താ പറയാനുള്ളത്? ഒരു നുണ മറയ്ക്കാൻ മറ്റൊരു നുണ, അല്ലാതെന്താ? അഖിലയോട് ഞാൻ ഒരു നുണയും പറഞ്ഞിട്ടില്ല. ഇല്ലായിരിക്കാം, പക്ഷേ പറയേണ്ട ഒരു സത്യം മാത്രം പറഞ്ഞില്ല. നിങ്ങൾ വിവാഹിതനാണെന്ന സത്യം. ഇല്ല, പറഞ്ഞില്ല. എന്തുകൊണ്ട്? അത് സത്യമല്ലാത്തതുകൊണ്ട്. രഞ്ജു എന്റെ അമ്മാവന്റെ മകളാണ്. സ്നേഹിച്ച പുരുഷൻ വിവാഹത്തലേന്ന് കാലുമാറിയപ്പോ മറ്റേതൊരു പെൺകുട്ടിയെയും പോലെ മാനസികമായി അവളും തകർന്നുപോയി. 3 ദിവസം ബോധം നശിച്ച ആശുപത്രിയിൽ കിടന്ന അവൾ ബോധം വന്നപ്പോൾ ആദ്യം മുന്നിൽ കണ്ടത് എന്നെയാണ്. സത്യത്തിൽ എന്റെ ദുരവസ്ഥ അവിടെ തുടങ്ങിയായിരുന്നു. അവളുടെ വിവാഹം കഴിഞ്ഞെന്നും അവളെ സ്നേഹിച്ച ചെറുപ്പക്കാരൻ ഞാനാണെന്നുമുള്ള വിചിത്രമായ വിചാരം എങ്ങനെയോ മനസ്സിൽ കടന്നുകൂടി. അത് തിരുത്താൻ പോയപ്പം ആകെ വയലന്റായി. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇന്നും ഞാൻ അങ്ങനെ അഭിനയിക്കുകയാണ്. അഖിലയ്ക്ക് ഓർമ്മയില്ലേ, ഞാൻ അവളുടെ ഭർത്താവാണെന്ന് അവളെന്ന് പറഞ്ഞപ്പം ഒപ്പമുണ്ടായിരുന്ന അമ്മു ഒന്നും മിണ്ടിയില്ല. എന്തുകൊണ്ട്? മിണ്ടിയാൽ അവിടെ ഒരു സീൻ ഉണ്ടാവുമെന്ന് അമ്മുവിനും അറിയാം. പാവം അമ്മുവിന് പോലും അഭിനയിക്കേണ്ടി വന്നു. ആ അവസ്ഥയിൽ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് അഖിലയെന്ന് രഞ്ജുവിനോട് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്ക്. അടുത്ത മാസം ചികിത്സയ്ക്കായി അവൾ ബാംഗ്ലൂർക്ക് പോവുകയാണ്. ഇനി അഖില എന്നോട് പിണങ്ങിയാലും ശരി, എന്നെ വെറുത്താലും ശരി, പഴയ രഞ്ജുവിനെ വീണ്ടെടുക്കാൻ വേണ്ടി എനിക്ക് അഭിനയിച്ചേ പറ്റൂ. സോറി. അഖില, നീ ടെൻഷൻ അടിക്കാതെ. നെല്ലും പതിരും ഞാൻ ഇപ്പൊ തിരിച്ചു തരാം. ആള് ബാംഗ്ലൂട്ട് പോയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. വരുന്നുണ്ട്. മൂട്. ഹായ്, അമ്മു അല്ലേ? അതെ, ഞാൻ ഡോക്ടർ ജയലക്ഷ്മിയുടെ കസിൻ ജോൾസിന. ഇതെന്റെ ഫ്രണ്ട്. അമ്മു എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാനോ? എങ്ങനെ? ഞാൻ പറയാം. മനുസാറിന്റെ കമ്പനിയിൽ ഞാനൊരു പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അമ്മ ഒന്ന് മനുസാറിനോട് റെക്കമെൻഡ് ചെയ്യും. അയ്യോ, ഞാൻ പറഞ്ഞാലൊന്നും മനോട്ടൻ കേക്കില്ല. ഓടിക്കു തന്നെ. പിന്നെ ആര് പറഞ്ഞാൽ കേക്കും? രഞ്ജിയെ കണ്ടാ മതി. അതാരാ? മനോട്ടന്റെ ഭാര്യ. ചേച്ചി പറഞ്ഞ മനോട്ടിനെ കേൾക്കാതിരിക്കാൻ പറ്റില്ല. ആ ചേച്ചിക്ക് എന്തോ അസുഖം. അസുഖോ? എന്തസുഖം? അല്ല, എന്തോ മെന്റൽ പ്രോബ്ലം. മൈ ഗാഡ്, നിങ്ങൾ എന്താ ഈ പറയുന്നേ? നിങ്ങൾക്ക് എവിടെ ഈ ന്യൂസ് കിട്ടിയത്? മനോട്ടന്റെ ചെവിയിലെങ്ങാൻ ഇതെത്തണം. അയ്യോ കുട്ടി, ആരാ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. പക്ഷേ എന്ത് പക്ഷേ? ആദ്യം മനോട്ടിനെ കുറിച്ചും കമ്പനിയെ കുറിച്ചും ശരിക്കും മനസ്സിലാക്കുക. എന്നിട്ട് മതി ജോലിക്ക് ചേരുന്നൊക്കെ. എന്ത് മണ്ടത്തരമാക്കി നീ പറയുന്നേ? ഈ ഒരു നിസ്സാര കാര്യത്തിന് ജോലി വേണ്ടെന്ന് വെക്കി. നിസ്സാര കാര്യോ? പക്ക ഫ്രോഡായ അയാളുടെ കമ്പനിയില് ഞാൻ ഇനി എങ്ങനെ ജോലി ചെയ്യും? ചെല്ലാൻ പോവാ ഞാൻ അങ്ങോട്ട്. എന്നിട്ട് അയാളുടെ മുഖത്ത് നോക്കി 4 വർത്താനം പറയണം. ഇതാ ഇപ്പൊ നന്നായി. അയാൾ ഒരു പക്ക ഫ്രോഡാണെങ്കിൽ നീ ഒരു പക്ക ഫൂളാണെന്നേ ഞാൻ പറയൂ. ഐമാറ്റ് കമ്പനിയിലെ മോഡലാകണമെന്ന് നീ കുറെ കൊതിച്ചതല്ലേ? ഇപ്പൊ അത് കിട്ടുകയും ചെയ്തു. പറയുന്ന പണവും തരുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ വേണ്ടാന്ന് വെക്കുന്ന നീ ഒരു ഫൂളല്ലേ? ഞാൻ പിന്നെ എന്താ വേണ്ടത്? അയാൾ ഇങ്ങോട്ട് കളിച്ചതുപോലെ നീ അങ്ങോട്ടും കളിക്കണം. അയാള് പറഞ്ഞ കള്ളക്കഥ വിശ്വസിച്ചതായിട്ട് നീ അഭിനയിക്കണം. എന്നിട്ട് അയാളായിട്ട് വട്ടം ചുറ്റിക്കണം. ഇനി ഒരു പെണ്ണിനോടും ഈ മാതിരി കാട്ടാതിരിക്കാൻ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ്. ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മുടെ കിച്ചുവിന്റെ കാര്യം. കിച്ചുവിന് എന്ത് പറ്റി? പച്ച പാവായിരുന്ന ചെക്കൻ ഇത്ര പെട്ടെന്നൊരു കല്യാണം കഴിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാനേ വയ്യ. ഈ പ്രേമത്തിന് കണ്ണില്ലെന്നല്ലേ? ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. നമ്മളും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. നിന്റെ അച്ഛന്റെ കണ്ണ് വെട്ടിച്ച് 1 കൊല്ലമല്ലേ പ്രേമിച്ച് നടന്നത്? അതിന് ഇയാള് പച്ച പാവൊന്നും ആയിരുന്നില്ലല്ലോ. പാവമാണോ പിഴയാണോ എന്ന് ഇങ്ങനെയൊക്കെയല്ലേ അറിയുന്നത്. അവന്റെ കണ്ണിന്റെ പുറത്ത് ഒരു കറുത്ത പാറ വീണ് കിടക്കുന്ന കണ്ടില്ലേ? ലവിന്റെയാ. ഏതായാലും നമ്മുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫല്ലേ, നമുക്കൊരു വിവാഹ സമ്മാനം കൊടുക്കണം. അതെ, ഞാനും അത് ആലോചിച്ചു. നാളെ തന്നെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും. അയ്യോ, അതുപോരാ, ഒരു സർപ്രൈസ് ആവട്ടെ. നമ്മൾ തന്നെ അത് നേരിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. അവരുടെ വീട്ടിലാ? അതെ, അതിനെന്താ? ഒന്നുമില്ല, പക്ഷെ നമ്മളെ ശമ്പളം വാങ്ങുന്ന നമ്മുടെ സ്റ്റാഫിന്റെ വീട്ടിൽ നമ്മൾ പോകുന്നത് അത് വേണോ? വേണം. ഈ മനുവേട്ടിന്റെ ഒരു കോംപ്ലക്സ്. മനുവേട്ടൻ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ പൊയ്ക്കോളാം. വേണ്ട, നമുക്ക് ഒരുമിച്ച് പോകാം. അതാ എല്ലാവർക്കും നല്ലത്. സാർ, ഇത് വെറുതെ കുഴപ്പത്തിനാണ്. ഒരിക്കലൊരു നുണ പറഞ്ഞു, രഞ്ജി ചേച്ചി അത് വിശ്വസിക്കുകയും ചെയ്തു. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ? നിർത്താമായിരുന്നു, പക്ഷെ അവൾ വിശ്വസിച്ചു പോയില്ലേ. ഇനി പൊളിഞ്ഞാലാണ് കൂടുതൽ കുഴപ്പം. കറക്റ്റ്. ഈ കിച്ചുവിന് എന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? കണ്ടോ, അഖിലയ്ക്ക് കോമൺ സെൻസ് ഉണ്ട്. പിടിച്ചു നിൽക്കാൻ ഞാൻ ഒരു നുണ പറഞ്ഞുപോയി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്തോ ചെയ്യണം? തൂങ്ങിച്ചാവണോ? യെസ് സാർ. ഞങ്ങൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് സാറ് പറ. 1 മണിക്കൂർ നേരത്തെ കാര്യം. നാളെ രാത്രി ഞങ്ങൾ രണ്ടുപേരും നിന്റെ വീട്ടിൽ ഡിന്നറിന് വരുന്നു. മടങ്ങി പോകുന്നത് വരെ ഞങ്ങളുടെ മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങൾ അഭിനയിക്കുന്നു. അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? അതിലും സിമ്പിളായി വേറൊന്നുണ്ട്. എന്താ? ഞങ്ങൾ ഹണിമൂണിന് പോയെന്ന് പറഞ്ഞ പോലെ. അതൊന്നും വേണ്ട. അയ്യേ, ഞാൻ പറയുന്ന പോലെ കൊണ്ട് കേട്ടാ മതി. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് സാറേ. ഒരു പ്രശ്നമില്ല. കിച്ചൺ എന്താ എത്ര ഭയം? ഞാൻ റെഡിയാ. അതല്ല പ്രശ്നം.
എന്റെ വീട് കണ്ട ഒരു വിവാഹിതന്റെ വീടാണെന്ന് പറയേയില്ല. അതെന്താ നിന്റെ വീട്ടിന് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ വിവാഹിതനല്ലേ എന്ന്? അങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമില്ലല്ലോ സാർ. ഒരു ഡൈനിങ് ടേബിൾ ഇല്ല, ഒരു അലമാരിയില്ല, ഒരു സോഫ സെറ്റ് ഇല്ല, ഒരു വാഷിംഗ് മെഷീൻ ഇല്ല, പിന്നെ ഒരു ടി വി ഇല്ല, ഫ്രിഡ്ജ് ഇല്ല, കിച്ചൺ വെസൽസ് ഇല്ല. അയ്യോ പിന്നെ മെയിൻ ഐറ്റം ഒരു ഡബിൾ കോട്ട് ബെഡ്. നിങ്ങൾക്ക് കിടന്ന് ഇങ്ങനെ ഓ എന്നാ പിന്നെ ഒരു കൊച്ചിനെ കൂടെ വേണ്ടിയില്ല. എന്താന്ന് വെച്ചാ വാങ്ങി ഞാൻ ഡബിൾ കോട്ട് വേണ്ട. അയ്യോ രഞ്ജു ചേച്ചി ചോദിച്ചാൽ ഞാനെന്ത് പറയും? ഡബിൾ കോട്ട് റിപ്പയറിന് കൊടുത്തിരിക്കാന്ന് പറഞ്ഞാൽ മതി. ചെല്ലി ഡബിൾ കോട്ട് എന്തെല്ലാം പുലിവാലാ ദൈവമേ.